ഹേയ് ഇറ്റ്സ് മീ നേഹ. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മൾ ഉമ്മച്ചി ഗൾഫിൽ നിന്ന് വരാണ്. സോ ഞാൻ ക്ലാസ് കഴിഞ്ഞേയും പാടെ ഞാൻ അവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. കാരണം ഇവിടെ വന്നത് നാളെ അമ്മനെ പിക്ക് ചെയ്യാൻ പോകാനുള്ളതൊക്കെ അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം എനിക്ക് എക്സാം ആയിരുന്നു. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇങ്ങോട്ടേക്കാണ് ഇറങ്ങിയത് കേട്ടോ. ബയ്യ ഞാൻ ഇറങ്ങുന്ന അതേ സമയത്ത് തന്നെ കേട്ടോ ഇറങ്ങിയത്. ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. ബയ്യ ഇപ്പം കറൻ്റ്ലി മംഗലാപുരത്താണ് PG എടുത്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പം സോ ബയ്യ ഞാനും പുറത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളും ഒരേ സമയത്ത് അധികം നാട്ടിലേക്ക് വരാറ് കേട്ടോ. അപ്പം ഞാൻ എത്തുന്നതിന് മുന്നേ ബയ്യ എത്തിയിട്ടുണ്ട്. കാരണം ട്രെയിനിലായതുകൊണ്ട് ഇടിക്കുന്നവരെ ട്രെയിനില്ലല്ലോ. സോ ഞാനങ്ങനെ എത്തി. ഞാൻ പറഞ്ഞു എനിക്ക് വിശന്നിട്ട് എനിക്ക് കണ്ണ് കാണുന്നില്ല, സാരല്ലേ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ എന്നുള്ള സെറ്റപ്പ് പറഞ്ഞപ്പം ബയ്യ ചോദിച്ചു എനിക്ക് എന്താ കഴിക്കാൻ വേണ്ടതെന്ന്. ആദ്യമൊന്നും ഞാനൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്നോട് ചോദിച്ചു വെറുതെ പറ, ജസ്റ്റ് റാൻഡം ആയിട്ട് പറയാമെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രൈഡ് റൈസ് വേണമെന്ന്. അപ്പം തന്നെ നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ കുറിയോടത്തുള്ള കാലിക്കറ്റ് കഫ്തീരിയെ കൊണ്ട് കയറ്റിയിട്ട് എനിക്ക് നല്ല ചൂട് ഫ്രൈഡ് റൈസൊക്കെ വാങ്ങി തന്നു. എൻ്റെ മക്കളെ സീരിയസ്ലി ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് അറിയില്ല. മിക്കവാറും വിശന്ന് കഴിച്ചുകൊണ്ടായിരിക്കണം ഇതിന് ഇത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ടാവാം. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ വാങ്ങി തന്നതെന്ന്. അപ്പോൾ എന്നോടറിയാം ആഗ്രഹങ്ങളൊന്നും നാളേക്ക് മാറ്റി വെക്കരുത്, ഇപ്പം വേണോ എന്നാൽ ഇപ്പം കഴിക്കണം, അതാണ് എൻ്റെ പോളിസി പറഞ്ഞു ബയ്യ. സോ ബയ്യ വാങ്ങി തന്ന ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചിട്ട് റാഹത്തായിട്ട് ഞങ്ങൾ നേരെ തിരിച്ചിട്ടോ. അപ്പം നേരെ തറവാട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം ഉമ്മ നാളെയാണല്ലോ വരുന്നത്. അപ്പം ഇന്ന് നൈറ്റ് നമ്മൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എത്താൻ. അപ്പോൾ ഷിമുവാണ് ഡോറൊക്കെ തുറന്നത്. നാളെ ഒരു പകുതി ഉറക്കിലാണ്, അതാണ് മുഖമൊന്നും കാണിക്കാത്തത്. അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ആച്ചുമ്പോൾ നല്ല ഉറക്കം ഉറങ്ങിയിരിക്കുന്നത്. ഞാൻ ബസ്സിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട് എവിടെ എത്തിയെന്ന് ചോദിച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ട് നീ ആളെ ഇനി ഞാൻ എത്തിയപ്പോഴത്തേക്കും 36 പെരും ഉറക്ക്. എന്തൊക്കെ പറഞ്ഞാലും ഇമ്മ ഇല്ലാത്ത സമയത്ത് എനിക്കോളും ഓൾക്ക് ഞാനും തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ബയ്യ കേട്ടോ, ബയ്യ പിന്നെ പുറത്തായതുകൊണ്ട് വല്ല ഇല്ലെങ്കിലും കൂടെ ഞങ്ങൾ സിസ്റ്റേഴ്സ് തമ്മിലൊരു പ്രത്യേക ബോണ്ട് ഉണ്ടാവും എന്ന് പറയുമല്ലോ. അങ്ങനെ മോർണിംഗ് ഒരു 9:30 കേട്ടോ എൻ്റെ ഫ്ലൈറ്റ് ലാൻഡ് ആവുന്നത്. സോ നമ്മൾ നീറ്റ് റെഡി ആയിട്ടുണ്ട്. സോ ഞാൻ ആച്ചുവിൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ പൊക്കിയിട്ടു. അപ്പം അതിനുശേഷം ഞാൻ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. പിന്നെ രാവിലെ തന്നെ ആയിട്ട് മേക്കപ്പ് ചെയ്യാനുള്ള ഒരു മൂഡൊന്നും ഇല്ലായിരുന്നു. സോ ഞാൻ എന്ത് ജസ്റ്റ് ലിപ്സ്റ്റിക്കും ടച്ചപ്പും മാത്രം ചെയ്തിട്ട് നേരെ വണ്ടി വിട്ടു കേട്ടോ. അപ്പോൾ ബയ്യ വന്നിട്ടുണ്ടായിരുന്നു പിക്ക് ചെയ്യാൻ. അപ്പം ഞാനും ബയ്യയും ആച്ചും കൂടെ നേരെ പോവാ കേട്ടോ. ആൻഡ് വി ആർ സോ എക്സൈറ്റഡ് ടു മീറ്റ് ഹർ. കാരണം 1 മാസത്തിന് ശേഷമാണ് ഉമ്മ വരുന്നത്. സീരിയസ്ലി ഞാൻ ഉമ്മനെ കാണാതെ ഇത്ര ദിവസം നിന്നിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ഇപ്പോൾ പുറത്ത് പഠിക്കാൻ പോയപ്പോഴായാലും ഞാൻ ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഞാൻ വേഗം വരും. കാരണം ഉമ്മനെ കാണാതെ നിൽക്കുമ്പോൾ ഭയങ്കര ഇടങ്ങേറുള്ള ആളാണ് ഞാൻ. അത്രയൊരു ഉമ്മക്കുട്ടിയാണ് ഞാൻ. സോ 1 മാസം എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ഭയങ്കര വലുത് തന്നെയായിരുന്നു കേട്ടോ. സോ നമ്മളങ്ങനെ എയർപോർട്ടിലെത്തി, കാറെല്ലാം പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ചെന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ബാക്കിൽ പപ്പ നോക്കുന്നു ചെറിയ ഹോപ്പ്. ആച്ചുവിൻ്റെ ഗൾഫ് കഥ കൊണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. തള്ളുകയാണ് ആച്ചു, തള്ളുക. ദിർഹം ഒക്കെ തലേ കയറി. എന്ത് പറയാലും ദിർഹം അത് പോയതിനെ കുറിച്ച് പഠിച്ചു. അതാ ഞാൻ പറഞ്ഞത് കുറേ കേൾക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടേക്കാം. നല്ല രസമില്ല ഡ്രസ്സ്. രസമില്ല, അത് എനിക്ക് വാങ്ങിച്ചിട്ട രസമുണ്ടാവും. അങ്ങനെ 9:30 വരും എന്ന് പറഞ്ഞ ആള് 10:30 കാണുന്നില്ല കേട്ടോ. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് മടുത്ത്. കാരണം എത്രയെന്ന് വെച്ചിട്ടാണ് നിൽക്കുക. അപ്പോൾ അത് അങ്കിൾ ആൻറ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ ഫാത്തിമ അത് അവരെ കൂടെ കേട്ടോ. ഫാത്തിമക്ക് പിന്നെ അങ്കിളിനെ ആൻറ്റിനെ കിട്ടിയാൽ മതി, വേറെ ആരും വേണ്ട കേട്ടോ. അപ്പോൾ അവരെന്ത് ചെയ്തു, കുറേ നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കുറേ നേരം അവിടെ നിന്ന് സംസാരവും എല്ലാം കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, എന്നാൽ പിന്നെ ഇറങ്ങട്ടെ, അവർക്കൊരു വഴി വരെ പോകാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പോയതും അപ്പം തന്നെ ഉണ്ട് ഉമ്മ വരുന്നു കേട്ടോ. അപ്പോൾ ഇമ്മ വരുമ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴും അടിയിൽ നിന്ന് ഒരാൾ പെറുപിറുക്കുക, പപ്പ വന്നില്ല എന്നാലും വന്നില്ല. ആച്ചുമ്പ വരുന്നു കേട്ടോ. അത് ഞാൻ പിന്നെ ഈ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ വോയിസ് ഞാൻ കേൾക്കണത്. ഏതായാലും ഉമ്മച്ചിൻ്റെ ഇപ്പോൾ ഇല്ലിവ് ഉമ്മൻ്റെ മുഖത്തൊരു സന്തോഷം. പക്ഷെ നമുക്ക് സന്തോഷത്തിൻ്റെ കൂടെ അതേപോലെ തന്നെ സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. പപ്പനെ അവിടെ വിട്ടു പോരുന്നതിൻ്റെ ഒരു സങ്കടം. ഞാൻ കണ്ടതിൽ വെച്ചത് 1 ഓഫ് ദ ബെസ്റ്റ് കപ്പിൾസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാനത് ഉമ്മനെയും പപ്പനെയും തന്നെ ഔട്ടോ പറയാം. കാരണം ദേ വാസ് എ റോൾ മോഡൽ ഫോർ മീ. മാഷാല്ല എപ്പോഴും അങ്ങനെ തന്നെ ആവണേന്ന് ഞാൻ പ്രാർത്ഥിക്കുള്ളൂ. അപ്പം അമ്മക്ക് ഇങ്ങോട്ട് മക്കളെ കാണാൻ വരുന്നതിൻ്റെ സന്തോഷമുണ്ട്, കൂടെ പപ്പനെ അവിടെ നിന്ന് വിട്ടു പോകുന്നതിൻ്റെ സന്തോഷമുണ്ട് കേട്ടോ. സോ അങ്ങനെ അമ്മരെ കണ്ട സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അങ്കിളും ആൻറ്റീനെയൊക്കെ വണ്ടി നമ്മൾ കണ്ട്. അപ്പം ഓരോടൊക്കെ നമ്മൾ വർത്താനെല്ലാം പറഞ്ഞിട്ട് നമ്മൾ നേരെ തറവാട്ടിലോട്ടാട്ടോ വണ്ടി വിട്ട്.
ഗൾഫുകാരി സജന ഏതഞ്ഞ് കുറച്ച് ദിവസം ആച്ചു പറഞ്ഞ മാതിരി ദിർഹത്തിന്റെ കഥയൊക്കെയാന്ന് കാണാൻ നോക്ക്. പപ്പനെ വിട്ടു പോന്നതിന്റെ വിഷമമുണ്ടോ മച്ചേ? ഒരു മാസം മക്കളെ കാണാനായിട്ട് വിഷമില്ല. പോകാനായി വന്നപ്പോ എന്തേലും സന്തോഷം പപ്പന്റെ. അതെന്താ ബാക്ക് സീറ്റിലേക്ക് വെച്ചോളി, ഞങ്ങൾ ഉണ്ടാവല്ലോ ഉള്ളൂ. എനിക്ക് വിഷമം പപ്പ ഇല്ലാത്തോണ്ട്. ഉമ്മനെ കണ്ടോ സന്തോഷില്ലേ? പപ്പ ഇല്ലാത്തതിന്റെ കീർക്ക് ഇല്ല അല്ലെ. ഇപ്പൊ ഈ സ്വഭാവം കാട്ടൂലല്ലോ. അച്ഛമ്മ പപ്പ ആദ്യം പറഞ്ഞ പപ്പക്ക് വരാൻ പറ്റൂല എന്നുള്ളത്. പണിയില്ലേ? ഞാൻ അതും കൂടെ പറഞ്ഞ പപ്പനെ വിഷമിപ്പിക്കരുത്. അങ്ങനെ അവിടുത്തെ എല്ലാ വിശേഷങ്ങളും കേട്ട് നമ്മൾ നേരെ തറവാട്ടിലോട്ട് ചെന്നു കേട്ടോ. അപ്പോൾ അമ്നൂസാണ് നേരെ നമ്മളെ വരവേൽക്കണം കേട്ടോ ഉമ്മനെ. അപ്പോൾ അതിനുശേഷം നേരെ ഉള്ളിൽ കയറി അങ്കിളിനെ ആൻറ്റീനെയൊക്കെ കാണാനായിട്ട് ആദ്യം പോയത്. ഒറ്റക്ക് വന്നിട്ടോ കൊണ്ടുവരാതെ പോന്നില്ലേ? അതന്നെ ഒറ്റക്ക് വന്ന് നമ്മള് കൊണ്ടാക്കി കൊടുത്തതാ. കണ്ടോ ഒറ്റക്ക്. ഞാൻ യൂട്യൂബിലേക്കുള്ള വീഡിയോ ആണ്. എല്ലാരും ഒപ്പരം നിക്കി അങ്ങോട്ട് വെളിച്ചത്തേക്ക് വരി. നിന്നെ വിളിച്ചത് കണ്ടെന്ന്. രസമുണ്ടല്ലേ? അത് നല്ല രസമുണ്ട്. അങ്ങള് വെക്കി ഓള് പപ്പ വരുന്നു. ഉറങ്ങി നീറ്റ കിറുക്കിലാട്ടോ നമ്മളെ ഫാത്തിമ മോള് ഇരിക്കുന്നത്. അപ്പൊ ബയ്യത് അവളെ തോളിലേറ്റിട്ട് അവളങ്ങനെ വെറുപ്പിക്കുന്നുണ്ട്. എന്നിട്ടും വിത്തൗട്ട് എനി എക്സ്പ്രഷനാണ് അവള് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ബ്രഷ് ചെയ്യാൻ വേണ്ടി നിൽക്കണ ആള്. ഉമ്മ സ്വന്തം ഉമ്മാന്റെ നിലവിൽ മനസ്സിലാക്കിയ 3 കുട്ടികളെ അതാണ് ഞങ്ങൾ. ഇതിലും വലിയ ഭാരം വേറെ തരാനില്ലല്ലോ. ഇല്ല ഇനി മന കിട്ട വിടുക. ഇല്ലല്ലോ മന കൊണ്ടുപോകും. കൊണ്ടുപോകും. ഇല്ല ഞാൻ പരിപാടി ഇല്ല. നമ്മള് ശരിയേ ഇനി പോണട്ടോ നമുക്ക്. അന്ന് പോകും, ഞങ്ങള് പോകും. ഇനി ആ പരിപാടി ഇല്ല. ഉമ്മാനോട് എങ്ങനെ നിങ്ങളെ സ്നേഹം കാട്ടണം നോക്കട്ടെ. ഞങ്ങൾക്ക് അല്ലെങ്കിലും ഉമ്മനോട് ഭയങ്കര സ്നേഹം. ഇവിടുന്ന് ചായകുടിയും പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ട് പോയിട്ടൊന്ന് ഫ്രഷപ്പ് ആയിട്ട് പിന്നെ എല്ലാവരുടെ അടുത്തും കയറി ഇറങ്ങാൻ വിചാരിച്ചിട്ട് അപ്പം നേരെ ചെന്നു. ഉമ്മനെ കുറേ നേരം കൺകുളിർക്കെ നമ്മൾ കണ്ടു. പിന്നെ അതിന് ശേഷം എന്ത് ചെയ്തു, ഉമ്മ വേഗം ഫ്രഷ് ആവാനാട്ടോ പോയത്. പിന്നെ ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യാണ്, തിരിച്ച് തറവാട്ടിലോട്ട് തന്നെ പോയി. അപ്പോൾ അതാ ഷനു ഒക്കെ വന്നിട്ടുണ്ട് ഉമ്മനെ കാണാൻ വേണ്ടിയിട്ട്. പറഞ്ഞിട്ടുണ്ടാവും മോനിപ്പോൾ പൈലറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് ആള്. പിന്നെ നമ്മൾ നേരെ ഫൈസൽ അങ്കിളിൻ്റെ അടുക്ക് പോയി സാധനങ്ങളും മുട്ടായികളും കാര്യങ്ങളൊക്കെ ആയിട്ടിട്ട് പിന്നെ അവിടെ എല്ലാവരും കണ്ടിരിക്കുന്നു. That my mom got me. Makeup എല്ലാം പോയിക്കുന്നു. But I look so pretty. എന്തുണ്ട്? And ഇതും ഉമ്മച്ചി വാങ്ങി തന്നാട്ടോ. അങ്ങനെ ഡ്രസ്സിൻ്റെ കുറച്ച് പട്ടിഷോയും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ ദിദുവിനെ വെറുപ്പിക്കാൻ പോയിട്ടോ. അപ്പോൾ ആൾക്ക് ഇപ്പോൾ ആക്സിഡൻറ്റ് പറ്റി കിടക്കുകയാണ്. അപ്പം സോനെ വെറുപ്പിക്കാൻ സുഖമാണല്ലോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആ ഒരു ഹൈ കോൺഫിഡൻസ് കയറിയിട്ട് അവനെ കുറേ നേരം ടീം വെറുപ്പിച്ച്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കസിൻസ് കുറേ നേരം ഇരുന്ന് സംസാരിച്ചതിന് ശേഷം കേട്ടോ നമ്മൾ നേരെ പോയത്. സോ നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചെറിയങ്കളുടെ വീട്ടിൽ കേട്ടോ. അപ്പം ഇവിടെ എല്ലാവരും വീടും അടുത്തടുത്താണ് ഉണ്ടാവില്ല, അതുകൊണ്ട് സുഖം നമുക്ക് പോയി വരാൻ. അപ്പോൾ അവിടെ ചെന്ന് കുറേ നേരം സംസാരിച്ചു, മിഠായിയും എല്ലാം കൊടുത്തു കേട്ടോ. ശരി ബാ അമ്മ വാ മുന്നിക്ക. ഷട്ടോടെ തക്കോടെ മോനെ ചക്കോടെ മോനെ.
ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ എന്തോ വന്നെൻ്റെ കാലിന് തട്ടി നോക്കിയപ്പോൾ ഈ സാധനം ഞാൻ ആദ്യത്തെ മേടിച്ചെങ്കിലും പിന്നെ എനിക്ക് സംഭവം മനസ്സിലായിട്ടു. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ പോയത് ആപ്പൻ്റെ അടുത്തോട്ടാട്ടോ, റുമിയാപ്പൻ്റെ അടുത്തേക്ക്. അപ്പോൾ അവിടെ ചെന്നു, ഓരെല്ലാവരെയും കണ്ട് കുറേ നേരം വർത്താനം പറഞ്ഞു. പക്ഷെ തറവാട്ടിൽ ആരും ഇല്ലായിരുന്നു പപ്പൻ്റെ. സോ നമുക്ക് അവിടെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് കുറേ നേരം വർത്താനം എല്ലാം പറഞ്ഞ് ആപ്പനെ കുറേ വെറുപ്പിച്ച് ആപ്പറിച്ച് വീഡിയോ ടിന്നാകെ നാറ്റിച്ചിരി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതാണ് നേഹ എന്ന് പറഞ്ഞിട്ട് കുറേ നേരം ആപ്പനായിട്ട് ഇങ്ങനെ ഇളക്കി. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാട്ടോ പോയത്. സോ ഫുഡ് കഴിക്കാൻ നമ്മൾ മാക്കോയിലാട്ടോ വന്നിട്ടുള്ളത്. മാക്കോ എന്ന് പറയുമ്പോൾ കൊണ്ടോട്ടിയുള്ള മാക്കോ ആണ്. ഒരുവിധം കൊണ്ടോട്ടിക്കാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആൻഡ് ഐ ലവ് ദയർ ഫുഡ്. സീരിയസ്ലി ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് അവിടുത്തെ മധുഹൂദ. അപ്പോൾ ഞാൻ പറയുമ്പോൾ എന്തായാലും അവിടെ തന്നെ പോവാം. ഇമ്മ കഴിച്ചിട്ടില്ല, ഞാൻ അങ്കിളിൻ്റെ കൂടെ പോയപ്പോൾ കഴിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അടുത്ത മധുഹൂദും ബ്രോസ്റ്റും വേണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ മധുഹൂദ് ആദ്യം ഇത്തിരി വാങ്ങിയിട്ട് ബൈക്ക് മധുഹൂദ് മതി ആദ്യം എന്ന് പറഞ്ഞു. അപ്പം മധുഹൂദും വാങ്ങി, ബ്രോസ്റ്റും വാങ്ങി. അപ്പോൾ അതെല്ലാം നല്ല വയറ് നിറച്ച് കഴിച്ചിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ vlog. Thank you for watching. Bye bye. And don't forget to like, share and subscribe. Okay, bye.